പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഡ്രൂ മാക്കിൻഡയർ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. നിലവിൽ റോ ബ്രാൻഡിലെ ഏറ്റവും മികച്ച റെസ്ലർമാരിൽ ഒരാളായ ഡ്രൂ മാക്കിൻഡയർ 2024 അതിഗംഭീരമായിട്ടാണ് അവസാനിപ്പിക്കാൻ പോകുന്നത്. ഡ്രൂ മാക്കിൻഡയറിൻ്റെ 2024 മെയിൻ ഫ്യൂഡ് CM പങ്കിന് എതിരെയായിരുന്നു. ആ ഫ്യൂഡ് WWE ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങൾ സമ്മാനിച്ച ഫ്യൂഡുകളിൽ ഒന്നാണ്. എല്ലാ കാലവും എല്ലാവരും ഓർത്തിക്കാവുന്ന ഒരു സ്റ്റോറിയാണ് നമുക്ക് CM പങ്ക് വേഴ്സസ് ഡ്രൂ മാക്കിൻഡയർ സ്റ്റോറിയിലൂടെ കിട്ടിയത്. CM പങ്കിൻ്റെ തിരിച്ചുവരവിന് കുറച്ചും കൂടി അർത്ഥമുണ്ടായത് ഡ്രൂ മാക്കിൻഡയറിനെതിരെ ഈ വർഷം ചെയ്ത സ്റ്റോറി ആണെന്ന് തന്നെ പറയേണ്ടി വരും. അതേ ഡ്രൂ മാക്കിൻഡയറിന് 2024 ലഭിച്ചതിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റസൽ വോട്ട്സാണ് ഈ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുന്നത്. ഡ്രൂ മാക്കിൻഡയറിനെ അവർ മുൻഗണനയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഗംഭീര പുഷാണ് കൊടുക്കാൻ പോകുന്നത് എന്നും വേൾഡ് ചാമ്പ്യനാക്കിക്കൊണ്ട് ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ കൊടുക്കാവുന്ന ഒരു മെയിൻ ഇവൻ്റ് തലത്തിലുള്ള ഒരു പുഷായിരിക്കും ഡ്രൂ മാക്കിൻഡയറിന് 2025 കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് റസൽ വോട്ട്സ് റിപ്പോർട്ട് ചെയ്തത്. ഡ്രൂ മാക്കിൻഡയർ അതിനെ എന്തുകൊണ്ടും അർഹനാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ജോൺ സിന എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. 2025 ജനുവരി മുതൽ 2025 ഡിസംബർ വരെ ജോൺ സിനയുടെ റിട്ടയർമെൻറ്റ് ടൂറാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് WWE ജോൺസിനെയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജോൺസിനയുടെ ആ ടൂറിനിടയിൽ ഏതൊക്കെ സ്റ്റോറിയാണ്, ഏതൊക്കെ മത്സരമാണ്, ഏതൊക്കെ സെഗ്മെൻ്റാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ആവശ്യത്തോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഇനി കുറച്ച് ആഴ്ചകൾ മാത്രമേ ജനുവരിയിലെ ആ റിട്ടയർമെൻറ്റ് ടൂറിന് ബാക്കിയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ആരാധകരും ത്രില്ലിലാണ്. അവരുടെ ത്രില്ല് ഒരിക്കലും കുറയാതിരിക്കാൻ സാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ത്രില്ല് കൂട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ജോൺസിന പഴയ പോലെ ഫുൾ ടൈം കരിയറിലൂടെയായിരിക്കും 2025 WWEയിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ജനുവരി മുതൽ ഡിസംബർ വരെ ഒരു ഫുൾ ടൈം റെസ്ലർ എങ്ങനെയാണോ WWEയിൽ പ്രവർത്തിക്കുന്നത്, വീക്കിലി എപ്പിസോഡുകളിൽ വരുന്നു, മത്സരിക്കുന്നു, സ്റ്റോറി ചെയ്യുന്നു, പ്രീമിയം ലൈവ് ഇവൻറ്റ്സിൽ മത്സരിക്കുന്നു, സ്റ്റോറി ചെയ്യുന്നു, അത്തരത്തിൽ തന്നെയായിരിക്കും ജോൺസിനയുടെ 2025 റിട്ടയർമെൻറ്റ് ടൂറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് പങ്കുവെക്കുന്നത് WWE എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാളാണ്. ഒരു പോഡ്കാസ്റ്റിന് കൊടുത്ത അഭിപ്രായത്തിലാണ് നമുക്കിത് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ജോൺസിന ഫുൾ ടൈം കരിയറോട് കൂടി 2025 WWEയിൽ നിന്ന് നിറഞ്ഞു നിൽക്കും. എന്നിട്ടാണ് അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുക. അപ്പോൾ അതിനിടയിൽ 17ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പഴയ പോലെ സൂപ്പർ സീനിയെ നമുക്ക് ഒരു വർഷം കൂടി കാണാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് മറ്റൊരു സൂപ്പർ താരമായ റോമൻ റീൻസിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടറിനെ സംബന്ധിച്ചാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോമൻ റീൻസും സോളോ സിക്കോവയും തമ്മിലുള്ള ആരാണ് യഥാർത്ഥ ട്രൈബൽ ചീഫ് എന്ന് കണ്ടുപിടിക്കുന്ന ഫ്യൂഡിലേക്ക് ഒരു ചെറിയ എലമെൻറ്റും കൂടി കൂട്ടിച്ചേർക്കാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുന്നത് റസൽ വോട്ട്സ് ആണ്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ട്രൈബൽ കോമ്പാക്റ്റ് മത്സരത്തിലേക്ക് ഒരു ട്രൈബൽ ചീഫ് ചാമ്പ്യൻഷിപ്പും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ ഈ ട്രൈബൽ കോമ്പാക്റ്റ് മത്സരത്തിലേക്ക് ഇത് വന്നില്ലെങ്കിലും റോമൻ റീൻസ് വേഴ്സസ് സോളോ തമ്മിലുള്ള ആ സ്റ്റോറി ഇനിയും മുന്നോട്ട് പോകും. ആ സ്റ്റോറിക്കിടയിൽ ഈ ഒരു ട്രൈബൽ ചീഫ് ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതകൾ ഉണ്ടെന്നാണ് റസൽ വോട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. റോമൻ റീൻസിനോ അല്ലെങ്കിൽ സോളോ സിക്കോവയ്ക്കോ ഈ ഒരു മത്സരത്തിൽ വിജയിച്ച് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു റൂമറാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. റോക്കിൻ്റെ കയ്യിലുള്ള പീപ്പിൾസ് ചാമ്പ്യൻഷിപ്പ് പോലെ ഒരു ട്രൈബൽ ചീഫ് ചാമ്പ്യൻഷിപ്പ് അല്ലാതെ മറ്റ് പരിഗണനയൊന്നും ഈ ഒരു ചാമ്പ്യൻഷിപ്പിനില്ല. മറ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ നിന്ന് വലിയ വ്യത്യാസം ഈ ചാമ്പ്യൻഷിപ്പിനുണ്ടായിരിക്കും. ഇത് ഡിഫെൻഡ് ചെയ്യാനോ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് WWE ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് എന്നുള്ളൊരു നിലയിലേക്ക് കൊണ്ടുവരാനോ സാധിക്കില്ല. ആ ട്രൈബൽ ചീഫ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ കൈവശപ്പെടുത്തിയിട്ടുള്ളവർ, ഉല്ലഫാലയുള്ളവർ, അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പ്. അതിലുപരി മറ്റ് പ്രത്യേകതകളൊന്നും ഈ ചാമ്പ്യൻഷിപ്പിന് ഉണ്ടായിരിക്കില്ല. മിക്കവാറും റോമൻ റീൻസിന് വേണ്ടി തന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരാനാണ് സാധ്യത. മത്സരം നടന്നാൽ റോമൻ റീൻസ് തന്നെയാണ് വിജയിക്കാൻ സാധ്യത. ഇത്തരത്തിലുള്ള ഒരു റൂമറും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.